Hi friends, welcome to the video. In the Russian Revolution, we class Moon Revolution, American War of Independence, France in the French Revolution, Latin American Revolution. In the Russian Revolution, and the okay. So, Russian Revolution എന്നത്തെയും പോലെ അല്ലെങ്കിൽ എല്ലാ ചാപ്റ്ററിലുള്ള പോലെ തന്നെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. The mother Maxim Gorky. Okay, എന്താണ് നോക്കാം. We are workers, people by whose labor all things are made. Different children's toys to massive machines. Yet we are people deprived of the rights to defend our human dignity. Anyone can exploit us for their interest. At present, we want to achieve a degree of freedom which will eventually enable us to take all power into our own hands. Our slogans are simple: down with private property, all means of production in the hands of people, all power in the hands of the people, no one exempt from work. Now you can understand that we are not just writers, we are revolutionaries, and we will go on being revolutionaries as long as some people do nothing but keep orders and the other do nothing but work. എന്താണ് സംഭവം? Okay, നോക്കാം. ഞങ്ങൾ തൊഴിലാളികളാണ്. People by whose labor all things, അതായത് കുട്ടികളുടെ കളിപ്പാട്ടം മുതൽ വലിയ മെഷീൻസ് വരെ വലിയ ഭീകരമായിട്ടുള്ള മെഷീൻസ് വരെ ഉണ്ടാക്കുന്നത് ഞങ്ങളാണ്. എങ്കിൽ കൂടിയിട്ട് ഞങ്ങൾക്ക് സമൂഹത്തിലായിട്ടുള്ള ഒരു അന്തസ്സ് പോലും കിട്ടുന്നില്ല, ഡിഗ്നിറ്റി കിട്ടുന്നില്ല. അത് മാത്രമല്ല ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവര് അങ്ങനെ ഞങ്ങൾ കമാൻഡ് ചെയ്യുന്നു, അത് ചെയ്യൂ ഇത് ചെയ്യൂ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് കമാൻഡ് ചെയ്യുന്നു. പക്ഷെ ഞങ്ങൾ എന്താ ചെയ്യുന്നത്, ഞങ്ങൾ വർക്ക് മാത്രം ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള ഡിഗ്നിറ്റിയോ കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് ഞങ്ങൾ കലാപകാരികളല്ല, ഞങ്ങൾ എന്താണ്, റെവല്യൂഷണറീസ് ആണ്. വി ആർ റെവല്യൂഷണറീസ്, വി ആർ നോട്ട് ജസ്റ്റ് റൈറ്റേഴ്സ്. ഞങ്ങൾ കലാപകാരികളല്ല, ഞങ്ങൾ വിപ്ലവകാരികളാണ്, റൈറ്റേഴ്സ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരെപ്പോഴും എന്താ പറയുന്നത്, പിന്നീട് ഞങ്ങൾ വിപ്ലവകാരികളായിട്ട് തന്നെ തുടരും. ഏതുവരെ? ചില ആളുകൾ കമാൻഡ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ മറ്റു ചിലർ കുറേ കാര്യങ്ങളായിട്ട് അനുസരിക്കാനായിട്ടും നിൽക്കുന്ന കാലത്തോളം ഞങ്ങൾ വിപ്ലവകാരികളായിട്ട് തന്നെ തുടരും എന്നാണ് ഇവർ പറയുന്നത്. The mother, Maxim Gorky. These are the words of one of the characters in The Mother, the novel written by the world famous Russian writer Maxim Gorky. അതായത് മാക്സിം ഗോർക്കി എന്ന് പറയുന്ന ഒരു റൈറ്റർ, ഒരു റഷ്യൻ റൈറ്ററാണ്, ഒരു ഫേമസ് ആയിട്ടുള്ള റഷ്യൻ റൈറ്ററാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു നോവലിന്റെ പേരാണ് ദി മദർ എന്ന് പറയുന്നത്. ആ ദി മദർ എന്ന് പറയുന്ന നോവലിലെ ഒരു ക്യാരക്ടറിന്റെ കുറേ വാക്കുകളാണ് കേട്ടോ. The plight of workers and farmers in Russia and their aims are reflected in them. അതായത് കൃഷിക്കാരുടെ ദുരിതങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അവിടുത്തെ തൊഴിലാളികളുടെ കഷ്ടപ്പാടുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. What else can you make out from these words? അപ്പൊ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? പിന്നെ എന്താ പറഞ്ഞത്? Abolish the private property system. പ്രൈവറ്റ് സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം നിർത്തലാക്കുക. എല്ലാവരും പണിയെടുക്കണം, ഞങ്ങൾക്ക് കുറച്ച് അന്തസ്സുള്ള കാര്യങ്ങളൊക്കെ വേണം, ഇതൊക്കെയാണ് പറയുന്നത്. നോക്കാം, എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യാനായിട്ട് ഇവിടെയുള്ള ആളുകൾ തന്നെ പ്രൊമോട്ട് ചെയ്ത സാഹചര്യങ്ങൾ, സർക്കംസ്റ്റാൻസസ് ചോദിച്ചിട്ടുണ്ട്. നോക്കാം. Farmers and factory workers in Russia led a tragic life under the autocracy of the Tsars emperors who ruled Russia. അതായത് റഷ്യ ഭരിച്ചിരുന്ന സാർസ് എംപറർ എന്ന് പറയുന്നത്, ഇവിടെ സാർട്ടിസിനെ എഴുതിയിട്ടുള്ളത് സാർസ് എംപറേഴ്സ് എന്നാണ് സാധാരണഗതിയിൽ പറയുന്നത്. അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമേഴ്സ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ് ഭയങ്കര രീതിയിലുള്ള കഷ്ടപ്പാടിലാണ് ജീവിച്ചിരുന്നത്. ഓക്കെ, ആരുടെ കീഴിൽ? ഈ സാർ ചക്രവർത്തിമാരുടെ കീഴിൽ അവരാണ് റഷ്യ ഭരിച്ചിരുന്നത്. The low agricultural production affected the farmers' income. Moreover, the landless farmers had to pay huge tax. അതായത് കൃഷിയിൽ നല്ല രീതിയിലുള്ള വിളവോ കാര്യങ്ങളൊന്നുമില്ല, അതിൽ നിന്ന് നല്ല രീതിയിൽ പ്രോഫിറ്റോ കാര്യങ്ങളോ കൃഷിക്കാർക്ക് കിട്ടുന്നില്ല. അത് മാത്രമല്ല, ലാൻഡ് ഇല്ലാത്ത കൃഷിക്കാർ, ലാൻഡ് ഇല്ലാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൃഷിഭൂമിയില്ല, അല്ലെങ്കിൽ ഇവർക്ക് ഭൂമിയില്ല. ഭൂമിയില്ലെങ്കിൽ എന്താ ചെയ്യുക, ഒരു പാട്ടത്തിന് സ്ഥലം എടുത്തിട്ട് അവിടെ കൃഷി ചെയ്യും. പാട്ടത്തിൽ നിന്ന് സ്ഥലം എടുത്തിട്ട് കൃഷി ചെയ്തിട്ട് വിളവുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നിശ്ചിത ലാഭം പാട്ടത്തിന് ആരുടെ കയ്യിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അവർക്ക് കൊടുക്കും. ചിലപ്പോൾ പൈസ ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ നെല്ലായിട്ട് കൊടുക്കും, എന്താണോ അവിടെ വിളവുണ്ടാവുന്നത് അതായിട്ട് കൊടുക്കും. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ അവർക്ക് ഭൂമി ഉണ്ടായിരുന്നില്ല, അത് മാത്രമല്ല അവർക്ക് വലിയ തോതിലുള്ള ഒരു ടാക്സ് കൊടുക്കേണ്ടി വന്നിരുന്നു. Russia was rich in natural resources. Their industrial production was meager. It was the foreigners who controlled the majority of the industries existed there. അവിടെ പറയുന്നത് റഷ്യ ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു കൺട്രി ആയിരുന്നു. എങ്ങനെ? പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് റിച്ച് ആയിട്ടുള്ളൊരു കൺട്രി ആയിരുന്നു. പക്ഷെ അവിടെ എന്തുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്, അവിടുത്തെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വളരെ കുറവായിരുന്നു. അപ്പോൾ എന്താണ് ഇവിടെ ഇത് റിച്ച് ആയിരുന്നു അത് കുറവാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഇവിടെ ഇപ്പോൾ ഒരു തെങ്ങ് കൊണ്ട് നമുക്ക്
കുറേ കാര്യങ്ങളുണ്ട്. തെങ്ങിൽ നിന്ന് തേങ്ങ കിട്ടും. തേങ്ങ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ റിസോഴ്സാണ്. തേങ്ങയിൽ നിന്ന് നമുക്ക് ചകിരി കിട്ടും. ചകിരിയിൽ നിന്ന് നമുക്ക് എന്തുണ്ടാൻ പറ്റും? കയറുണ്ടാക്കാൻ പറ്റും. പക്ഷെ കയറെന്ന് പറയുന്നത് എന്താണ്? അതൊരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനാണ്. ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചകിരി ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? മെഷീൻസ് ഒക്കെ ആവശ്യമുണ്ട്. പക്ഷെ ആ മെഷീൻസ് ഒക്കെ ഉള്ളത് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? വേറെ ഏതോ രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഫോറിനേഴ്സാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ റവല്യൂഷന് കാര്യങ്ങൾ തുടങ്ങുകയായിട്ടാ. Writers like Maxim Gorky, Leo Tolstoy, Ivan Turgenev and Anton Chekhov depict the plight of the workers and farmers in their works. അപ്പോൾ ഇവർ റൈറ്റേഴ്സ്, എഴുത്തുകാരായിട്ടുള്ള മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തൂർഗനെവ് ആൻഡ് ആന്റൺ ചെക്കോഫ് ഇവരൊക്കെ എന്ത് ചെയ്തു? കൃഷിക്കാരുടെ അല്ലെങ്കിൽ സാധാരണ പണിയെടുക്കുന്ന ആളുകളുടെ കഷ്ടപ്പാടുകളെ കുറിച്ചിട്ടൊക്കെ അവരുടെ വർക്കുകളിൽ, അവരുടെ കവിതകളിൽ, കഥകളിൽ, നോവലുകളിൽ എല്ലാത്തിലും ഇങ്ങനെ പ്രതിപാദിക്കാനായിട്ട് തുടങ്ങി. The Marxist ideology is formulated by Karl Marx and Friedrich Engels. ഇവരാണ് എന്ത് ചെയ്തത്? മാർക്സിസ്റ്റ് ആശയങ്ങൾ കൊണ്ടുവന്നത്. നമ്മൾ പറയില്ലേ മാർക്സിസ്റ്റുകാരെന്നൊക്കെ പറയില്ലേ, കേരളത്തിൽ മാർക്സിസ്റ്റുകാരുണ്ട് എന്നൊക്കെ പറയില്ലേ, നമ്മൾ പിണറായി വിജയൻ എന്നൊക്കെ പറയില്ലേ. ഓക്കെ, അപ്പോൾ അവരൊക്കെ മാർക്സിസ്റ്റ്. അപ്പോൾ ആ ആശയങ്ങളൊക്കെ കൊണ്ടുവന്നവരാണ് കാൾ മാർക്സും അതുപോലെ തന്നെ ഫ്രെഡറിക് ഏഞ്ചൽസും ആണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഫോട്ടോ ഒക്കെ നമ്മുടെ CPIM-ന്റെ ഒക്കെ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, നോക്കാം. യെസ്, സ്റ്റിൽ ദ വർക്കേഴ്സ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഇവരാണ് മാർക്സിസ്റ്റ് ആശയങ്ങളെ കൊണ്ടുവന്നത് കേട്ടോ. അത് വർക്കേഴ്സിന് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തു. They called for establishing the supremacy of the workers instead by the capitalists. Okay, trade unions were formed to find remedies for the plight of workers. ഇവിടെ പറയുന്നത് ട്രേഡ് യൂണിയനുകൾ ഉണ്ടായി. നമ്മൾ കേട്ടിട്ടുണ്ടാവും CITU എന്നൊക്കെ പറയുന്ന, അല്ല കുറേ യൂണിയൻസ് ഉണ്ടല്ലോ. SFI ഉണ്ട്, ABVP എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെന്താണ് KSU എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവം ഉണ്ടായത്? ഇവര് ഒരു ട്രേഡ് യൂണിയൻസ് ഉണ്ടാക്കി. അതായത് അവിടുത്തെ തൊഴിലാളികളുടെ കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു റെമഡി കണ്ടെത്താനായിട്ട്, ഒരു പ്രതിവിധിക്കായിട്ട് ഒരു എന്തുണ്ടാക്കി എന്ന് പറയുന്ന ഒരു ട്രേഡ് യൂണിയനൊക്കെ ഉണ്ടാക്കി. ബേസ്ഡ് ഓൺ ദി മാർക്സിസ്റ്റ് ഐഡിയോളജീസ്. അവസാനം മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ഉൾക്കൊണ്ടുകൊണ്ട്, മാർക്സിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് തുടങ്ങി? ദ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഫോം ചെയ്തു. നോക്കാം, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഫോം ചെയ്തു. ആശയം ഏതായിരുന്നു? മാർക്സിസ്റ്റ് ആശയം കേട്ടോ. ലേറ്റർ ദിസ് പാർട്ടി വാസ് സ്പ്ലിറ്റ് ഇൻടു ദി മെൻഷെവിക്സ് ആൻഡ് ദി ബോൾഷെവിക്സ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഏത് പാർട്ടി ഉണ്ടായി കഴിഞ്ഞാലും കുറേ കഴിഞ്ഞാലും എന്തുണ്ടാവും? അത് സ്പ്ലിറ്റ് ആയി പോകും. ഓക്കെ, ഏത് പാർട്ടി ആയിക്കോട്ടെ. ഇപ്പോൾ നിങ്ങളൊരു 10-20 പേരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നിരിക്കും. കുറേ കഴിഞ്ഞ് ആ ഫ്രണ്ട്ഷിപ്പ് എന്താവും? സ്പ്ലിറ്റ് ആയി പോകും. 10-20 പേരിട്ടാവും. 1-2 ആളുകൾക്ക് സ്പ്ലിറ്റ് ആവില്ല. 10-20 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ആയിട്ട് 2 ഗ്യാങ് ആവും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എന്തായി? ദിസ് പാർട്ടി വാസ് സ്പ്ലിറ്റ് ഇൻടു ദ മെൻഷെവിക്സ് ആൻഡ് ബോൾഷെവിക്സ്. രണ്ടായിട്ട് തരംതിരിഞ്ഞു. The main leaders of the Bolsheviks were Lenin and Trotsky. ബോൾഷെവിക്സിന്റെ 2 ലീഡേഴ്സാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അവരായിരുന്നു ലെനിനും അതുപോലെ തന്നെ ട്രോട്സ്കിയും. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ബോൾഷെവിക്സ് അല്ലെ ബോൾഷെവിക്സ്. ബോൾ കളിക്കണമെങ്കിൽ ആര് വേണം? 2 ആളെങ്കിലും മിനിമം വേണമെങ്കിൽ ബോൾ കളിക്കാനായിട്ട് എന്ന് ആലോചിച്ചാൽ മതി. ഒരു ഐഡിയ ആണ്. ഓക്കെ, അപ്പോൾ ലെനിനും ട്രോട്സ്കി ആയിരുന്നു 2 ആളുകൾ. പിന്നെ അലക്സാണ്ടർ കെരൻസ്കി ആയിരുന്നു മെൻഷെവിക്കിന്റെ. മെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികൾ. പക്ഷേ ആൺകുട്ടികളല്ല, വലിയ മനുഷ്യന്മാരാണ്. അപ്പം മെൻഷെവിക്സ് എന്ന് ആലോചിച്ചാൽ മതി. ഇത് അങ്ങനെയൊന്നല്ല അർത്ഥം, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് മെൻഷെവിക്കിൽ ഒരാളുകളോ അലക്സാണ്ടർ കെരൻസ്കിയാണ്, മറ്റേത് ലെനിനും ട്രോട്സ്കിയാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെ അപ്പോൾ ഇവിടെ ആരെ കുറിച്ച് പറയുന്നത്? റഷ്യനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി റഷ്യയിൽ ഇനി എന്താ പ്രശ്നം ഉണ്ടായി നോക്കാം. The crisis reached its worst when Russia was defeated in the Russia-Japan War in 1905. 1905 നമ്മുടെ റഷ്യയും ജപ്പാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായി. അതുകൂടി കഴിഞ്ഞപ്പോൾ റഷ്യയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ശോചനീയ അവസ്ഥയായി. The workers organized a huge march at Petrograd on 9 January 1905. അതായത് 1905 വർക്കേഴ്സ്, തൊഴിലാളികൾ എന്ത് ചെയ്തു? മാർച്ച് ചെയ്തു. വലിയൊരു മാർച്ച് ചെയ്തു. കുറേ ആളുകളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് പെട്രോഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു മാർച്ച് ചെയ്തു. എന്താവശ്യപ്പെട്ടത്? പൊളിറ്റിക്കൽ റൈറ്റ്സ്, രാഷ്ട്രീയപരമായിട്ടുള്ള അവകാശങ്ങളും എക്കണോമിക് റീഫോം, സാമ്പത്തികപരമായിട്ടുള്ള പുതിയ നയങ്ങളും ഒക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പം ആ കാലം പോലെ കിടക്കാനുള്ള പൈസ ഇല്ല, ആകെ ദുരിതത്തിലാണ്. അപ്പോൾ അതൊക്കെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് പെട്രോഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൂടെ തൊഴിലാളികൾ എന്ത് ചെയ്തു? സമരം ചെയ്തു. വലിയൊരു മാർച്ച് ഓർഗനൈസ് ചെയ്തു. ദ മാർച്ച് വാസ് ഫയർഡ് ബൈ ദി സോൾജേഴ്സ് എന്ത് ചെയ്തു? മാർച്ചിനെ വെടിവെച്ചു. മാർച്ചിനൊന്നും എല്ലാവരും വെടിവെച്ചു. ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ഡെമോൺസ്ട്രേറ്റേഴ്സ് were massacred എന്ന് വെച്ചാൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. 100 കണക്കിന് ആളുകൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. ഓക്കെ, the demonstrators were massacred. This event is known as the Bloody Sunday. ബ്ലഡി സൺഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തം നടത്തുക, രക്തരൂക്ഷിതമായിട്ടുള്ള ഞായറാഴ്ച എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ബ്ലഡി സൺഡേ.
എന്തായത് ഇവിടെ ആകെ 1905 ആയപ്പോൾ ആകെ ഭയങ്കര കഷ്ടപ്പെടലായപ്പോൾ തൊഴിലാളികൾ സമരം ചെയ്തു, ഞങ്ങൾക്ക് ഇത് വേണം, രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും സംഭവം വേണം, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് പുതിയ നയങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് സമരം ചെയ്ത സമയത്ത് സോൾജേഴ്സ് വന്നിട്ട് എല്ലാവരെയും പടപെടാന്ന് പറഞ്ഞിട്ട് വെടിവെച്ച് പോന്നു. ഇതിനെ പറയുന്നത് ഏകദേശം ഹൺഡ്രഡ്സ് ഓഫ് ആളുകൾ മരിച്ചുപോയി, ഹൺഡ്രഡ്സ് ഓഫ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മരിച്ചുപോയി. ഇതിനെ പറയുന്നത് ബ്ലഡി സൺഡേ. ആകെ കൂട്ടിയിട്ട് ബ്ലഡ് കൊണ്ട് ആകെ ഒരു 5 കളി. ഇതിനെ പറയുന്നത് ബ്ലഡി സൺഡേ കേട്ടോ. ഓക്കെ. Workers' organizations called the Soviets were formed all over Russia to conduct strike. ഇതിനെ തുടർന്നിട്ട് സോവിയറ്റ് എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടായി. സോവിയറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? കണ്ടക്ട് സ്ട്രൈക്കുകൾ സമരങ്ങൾ സംഘടിപ്പിക്കാനായിട്ട് സോവിയറ്റുകൾ എന്ന് പറയുന്ന സംഘടനകൾ രൂപം കൊണ്ടു. ആ രാജ്യത്തെല്ലാവർക്കും, ആ രാഷ്ട്രത്തിൽ മുഴുവനായിട്ട്. When the strikes gained massive strength, the emperor was compelled to form a legislative assembly called Duma. ഓക്കെ. ആ സമയത്ത് സമരങ്ങൾ ശക്തിപ്പെട്ടതോട് കൂടിയിട്ട് അന്നത്തെ ആ ഒരു രാജാവ്, അവിടുത്തെ ഭരിച്ചിരുന്ന രാജാവ്, എംപറർ എന്ന് പറഞ്ഞ ചക്രവർത്തിയാണേ. ഓക്കെ. എമ്പുരാൻ അല്ലടാ, എംപററാണ്. എംപറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്രവർത്തിയാണേ. യെസ്. ചക്രവർത്തി എന്ത് ചെയ്യാൻ നിർബന്ധിതനായി? ദ്യൂമ എന്ന് പറയുന്ന നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാക്കാനായിട്ട് നിർബന്ധിതനായി. വേറെ ചോയ്സ് ഒന്നുമില്ല അദ്ദേഹത്തിന്. Ignoring the protest from Duma, Nicholas II, the then Tsar, decided to participate in the First World War that started in 1914. അങ്ങനെ ദ്യൂമ നിയമനിർമ്മാണ സഭ രൂപം കൊണ്ടു. ദ്യൂമ എന്നാണ് പേര്. ദ്യൂമ നിയമനിർമ്മാണ സഭ പറഞ്ഞു, നമ്മുടെ നിക്കോളാസ് രണ്ടാമനാണ് ആ സമയത്ത് ഭരിക്കുന്നത്. നിക്കോളാസ് രണ്ടാമനോട് പറഞ്ഞു 1914 നമ്മുടെ 1-ാം ലോക മഹായുദ്ധമൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ അതിൽ പോയിട്ട് ഇടപെടാൻ നിൽക്കണ്ട, വെറുതെ തടി കേടാക്കാൻ നിൽക്കണ്ട, നമ്മൾ അതിൽ ഇടപെടണ്ട, അല്ലെങ്കിൽ തന്നെ അവിടെ പൈസയും കാര്യങ്ങളൊന്നുമില്ല, വെറുതെ പോയിട്ട് അതിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞു. പക്ഷേ നിക്കോളാസ് രണ്ടാമൻ അഹങ്കാരിയായിട്ടുള്ള അദ്ദേഹം പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഒരു യുദ്ധം ചെയ്യേണ്ട ഒരു എയിമില്ല, എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം, തീർച്ചയായിട്ടും യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ദ്യൂമയുടെ അഭിപ്രായത്തെ മാനിക്കാതെ ഇവരെന്ത് ചെയ്തു? ഈ നിക്കോളാസ് രണ്ടാമൻ എന്ന് പറയുന്ന ചക്രവർത്തി എല്ലാവരും എംപറർ ചക്രവർത്തി തന്നെ കേട്ടോ. ചക്രവർത്തി എന്ത് ചെയ്തു? പോയിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തു. ചക്രവർത്തി പോയിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തു. കത്തിയും തോക്കൊക്കെ എടുത്ത് പോവോ? ഇല്ല. ആളെന്ത് ചെയ്യുന്നത്? ആൾ വേറെ പട്ടാൾക്കാരെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഇയാൾ വീട്ടിലിരിക്കും, കഞ്ഞിയും കുടിച്ചിട്ട്, കഞ്ഞിയല്ല അവർ ഭയങ്കരമായിട്ടുള്ള ഫുഡൊക്കെ അടിച്ചിട്ട് വീട്ടിലിരിക്കും, ബിരിയാണിയൊക്കെ തിന്നിട്ട് വീട്ടിലിരിക്കും. പാവപ്പെട്ട ആരാണ് ഇതിന് പോകുന്നത്, വീഡിയോ കാനായിട്ട് പോകുന്നത്? ആർമി അല്ലെങ്കിൽ സോൾജേഴ്സ് പോകുന്നു. ഓക്കെ. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? 1914 1914 മുതലാണ് 1-ാം ലോക മഹായുദ്ധം. അതിൽ ദ്യൂമ പറഞ്ഞ് പങ്കെടുക്കാൻ നിൽക്കേണ്ടവരല്ലേ, പക്ഷേ നമ്മുടെ ഇയാൾ പോയിട്ട് പങ്കെടുത്തു. A lot of Russian soldiers were killed in this war. ഒരുപാട് റഷ്യയിലത്തെ റഷ്യൻ പട്ടാളക്കാർ മരിച്ചു. ഫുഡ് ഷോർട്ടേജ് became severe by 1917. 1914 യുദ്ധം തുടങ്ങിയിട്ടുള്ളത്. 1917 ആയതോട് കൂടിയിട്ട് ശരിക്കും 4 വർഷത്തോളമാണ് ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടാവുന്നത് കേട്ടോ. 1917 കൂടിയിട്ട് ഭക്ഷ്യക്ഷാമം ഉണ്ടായി. നമുക്കറിയാം യുദ്ധത്തിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ജയിക്കായിക്കോട്ടെ തോൽക്കായിക്കോട്ടെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കരമായിട്ടൊരു ശോചനീയമായിട്ടൊരു അവസ്ഥയായിരിക്കും ഉണ്ടാകും. സോ ഇവിടെ ഭക്ഷ്യക്ഷാമം ഭയങ്കരമായിട്ട് ഇതായി. ആ സമയത്ത് ആരാണ് ഭക്ഷണത്തിന്റെ ടീം? ആരാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഭക്ഷണത്തിന്റെ ടീം സ്ത്രീകളല്ലേ. അവരെന്ത് ചെയ്തു? സമരം ചെയ്തു. എന്താണ്? ഞങ്ങൾക്ക് ബ്രെഡ് വേണമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ. Thousands of women marched along the streets of Petrograd on 8 March 1917. 1917 മാർച്ച് 8-ാം തീയതി പെട്രോഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബ്രെഡ് വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭക്ഷണം വേണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ സമരം ചെയ്തു. ഓക്കെ. യെസ്. Though the soldiers clashed with the demonstrators in the beginning, ആ സമയത്ത് ആരൊന്നും വീണ്ടും നമ്മുടെ ടീം വന്നു, പട്ടാൾക്കാർ വന്നിട്ട് വെടിവെക്കാൻ പോയി. അപ്പോൾ പക്ഷെ പട്ടാൾക്കാർ ചോദിച്ചു, നമ്മളിപ്പോൾ എന്തിനാണ് വെടിവെക്കുന്നത്? നമ്മളെന്തിനാണ് വെടിവെക്കുന്നത്? ഒന്നാമത് നമ്മളെ നിക്കോളാസ് രണ്ടാമൻ പറഞ്ഞിട്ട് നമ്മൾ 1-ാം ലോക മഹായുദ്ധത്തിൽ പോയി പങ്കെടുത്ത് കുറേ ആൾക്കാർ മരിച്ചുപോയി, എന്നിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല, ഇനി ഇവരെയും കൂടി വെറുതെ വെടിവെച്ചിട്ട് ഇതാക്കാൻ നിൽക്കണം. അപ്പോൾ നമ്മുടെ പട്ടാൾക്കാർ എന്ത് ചെയ്തു? അവരും വർക്കേഴ്സിന്റെ കൂടെ ജോയിൻ ചെയ്തു. അതായത് ഈ തൊഴിലാളികൾ ഉണ്ടല്ലോ, തൊഴിലാളികളുടെ കൂടെ ആ പട്ടാളക്കാരും കൂടി ജോയിൻ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരായി, ടീം എതിരായി. ഓക്കെ. അതായത് രാജാക്കന്മാരുടെ സപ്പോർട്ട് ചെയ്തിരുന്ന പട്ടാളക്കാർ പോലും എന്ത് ചെയ്തു? രാജാവിനെതിരായി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇപ്പൊ എന്താ സംഭവിക്കാന്ന് പറയേണ്ട കാര്യമില്ല. പട്ടാളക്കാരും ജനങ്ങളൊക്കെ ഒന്നായി, രാജാവ് ഒറ്റയ്ക്കായി. അപ്പൊ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? It was a tragic experience during the First World War that induced them to do so. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? 1-ാം ലോക മഹായുദ്ധത്തിൽ പട്ടാളക്കാർ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾ കൊണ്ടാണ് ഇവർ അങ്ങനെ ചെയ്തത്. അല്ലാണ്ട് ഇവര് നമ്മളെന്ത് വിചാരിക്കാം, ചേട്ടാ ഇവരെന്ത് പണി ചെയ്ത്? രാജാവ് പറഞ്ഞല്ലേ കേൾക്കണ്ടേ, ഇവരങ്ങനെ കൂറുമാറാൻ പാടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. പക്ഷേ കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ? 1-ാം ലോക മഹായുദ്ധ കാലത്ത് രാജാവ് പറഞ്ഞിട്ട് പോയിട്ട് പങ്കെടുത്തോ, നമ്മുടെ യുദ്ധത്തിൽ പങ്കെടുത്തോളൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കാന്ന് പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്തു?
രാജാവിൻ്റെ കയ്യിൽ നിന്ന്, പ്രഭുവിൻ്റെ കയ്യിൽ നിന്ന്, ചക്രവർത്തിയുടെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ദ വർക്കേഴ്സ് ക്യാപ്ചേർഡ് പെട്രോഗ്രാഡ്. പെട്രോഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലം ഈ തൊഴിലാളികളൊക്കെ കൂടിയിട്ട് പിടിച്ചെടുക്കുകയും നിക്കോളാസ് രണ്ടാമനെ ത്രോൺ ഔട്ട് ഓഫ് പവർ, എടുത്തു കളഞ്ഞു മീൻസ് അദ്ദേഹത്തിനെ അധികാരത്തിൽ നിന്ന് മാറ്റി. A provisional government was formed under Alexander Kerensky. ഒരു താൽക്കാലിക പ്രൊവിഷണൽ ഗവൺമെന്റ് തൽക്കാലത്തിന് ഒരു ഗവൺമെന്റ് ഫോം ചെയ്തു. ആരുടെ നേതൃത്വത്തിലാണ്? അലക്സാണ്ടർ കെരൻസ്കി. മെൻഷെവിക്കിന്റെ ലീഡറിനല്ലോ അലക്സാണ്ടർ കെരൻസ്കി. അപ്പോൾ ഓപ്പോസിറ്റ് ഇനി ആരാ വരാൻ പോണെന്ന് മനസ്സിലായല്ലോ, ഇനി നിങ്ങൾക്ക് കഥ മനസ്സിലായല്ലോ, അതായത് ക്ലൈമാക്സ് എന്താണ് ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലായല്ലോ. ആരൊന്നു അലക്സാണ്ടർ കെരൻസ്കി ആയി, മെൻഷെവിക്കിന്റെ ലീഡറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മെൻഷെവിക്സ് ആൻഡ് ബോൾഷെവിക്സ്. അപ്പോൾ ബോൾഷെവിക്സിനോട് പറയുന്നില്ല, ബോൾഷെവിക്സ് ചിലപ്പോൾ ഇനി വരികയായിരിക്കും, നോക്കാം. അപ്പോൾ അലക്സാണ്ടർ കെരൻസ്കി മെൻഷെവിക്കിന്റെ ലീഡറായിട്ട് വന്നു. സിൻസ് ദ റഷ്യൻ calendar was a few days behind the international calendar, this revolution that took place in March came to be known as the February Revolution. അതായത് ഈ സംഭവം നടന്നിട്ടുള്ളത് മാർച്ചിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഏത് സംഭവം? നമ്മുടെ തൊഴിലാളികളും പട്ടാളക്കാരൊക്കെ കൂടി ചേർന്നിട്ട് നമ്മുടെ നിക്കോളാസ് രണ്ടാമനെ എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടു. ഈ ഒരു സംഭവം ശരിക്കും നടന്നിട്ടുള്ളത് ഏകദേശം മാർച്ചിലാണ്. പക്ഷേ ഇത് ആ ഒരു കലണ്ടറിൽ ചെറിയൊരു വ്യത്യാസമുള്ളത് കൊണ്ട് ഇതിനെ നമ്മൾ അറിയപ്പെടുന്നത് ഫെബ്രുവരി റവല്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ ഇതായി. ഇനി അടുത്തൊരു സംഭവം എന്താണ്? അതിന് ഫെബ്രുവരി റവല്യൂഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ, അപ്പോൾ അത് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഭരണത്തിലായിരുന്നു നമ്മുടെ അലക്സാണ്ടർ കെരൻസ്കി, മെൻഷെവിക്കിന്റെ ലീഡർ. അപ്പോൾ ഇനി ആർക്കാണ് ഇനി എതിർപ്പുണ്ടാവാൻ സാധ്യതയുള്ളത്? നിങ്ങൾക്കറിയാം, ബോൾഷെവിക്സിനായിരിക്കും. നോക്കാം. A group of Soviets did not approve the provisional government. Okay, കുറച്ച് സോവിയറ്റുകൾക്ക് പ്രൊവിഷണൽ ഗവൺമെന്റിനെ ഇഷ്ടപ്പെട്ടില്ല, എതിർത്തു. ആ സമയത്താണ് വ്ളാഡിമിർ ലെനിൻ ആണ് കേട്ടത്. വ്ളാഡിമിർ ലെനിൻ, who had been in Switzerland, okay, came to Russia and strongly opposed the provisional government. അദ്ദേഹം എവിടെയായിരുന്നു? റഷ്യയിലായിരുന്നു. ആരാണ്? ലെനിനും ട്രോട്സ്കി. നമ്മൾ നേരത്തെ പറഞ്ഞില്ല ബോൾഷെവിക്സിന്റെ ലീഡേഴ്സ്. അതിലെ ലെനിൻ സ്വിറ്റ്സർലാൻഡിലായിരുന്നു. സ്വിറ്റ്സർലാൻഡിൽ തിരിച്ചു വന്നു എന്നിട്ട് പറഞ്ഞു ഇത് ശരിയാവില്ല, നമ്മൾക്ക് എന്ത് ചെയ്യണം? പ്രൊവിഷണൽ ഗവൺമെന്റിനെ ഇവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞു. ഹി ആർഗ്യൂഡ്, അദ്ദേഹം തർക്കിച്ചു. എന്ത് തർക്കിച്ചേ? that the entire power should be transferred to the Soviets. എല്ലാ ശക്തിയും അല്ലെങ്കിൽ എല്ലാ പദവിയും കാര്യങ്ങളൊക്കെ ആർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ പവറും നമ്മുടെ സോവിയറ്റുകൾക്ക് കൊടുത്താൽ മാത്രമേ റവല്യൂഷന്റെ അല്ലെങ്കിൽ വിപ്ലവത്തിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം നിറവേറ്റാൻ പറ്റൂ എന്ന് അദ്ദേഹം പറഞ്ഞു. The Bolsheviks and Soviets supported him. അപ്പോൾ ബോൾഷെവിക്സ് ഫുള്ളായിട്ടും ആരെ സപ്പോർട്ട് ചെയ്തു? ലെനിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ തന്നെ മറ്റേ സോവിയറ്റ്സ് ഫുള്ളായിട്ടും ആരെ സപ്പോർട്ട് ചെയ്തു? നമ്മുടെ ലെനിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ലെനിൻ ഭയങ്കര ടീമായ സമയത്ത് യെസ് they propagated that only proletarians, അതായത് വർക്കേഴ്സ് ഗവൺമെന്റ് could eradicate centuries old economic backwardness and inequality. അതായത് നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നുകൊണ്ടിരിക്കുന്ന എന്താണ് എക്കണോമിക് ബാക്ക്വേർഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് വളരെ പുറകിലാണ് റഷ്യ എന്ന് പറയുന്നത്. പൈസ ഒന്നുമില്ല. ആ ഒരു അവസ്ഥ മാറ്റാനായിട്ട് ആർക്കേ പറ്റുള്ളൂ എന്ന് പറയുന്നത് വർക്കേഴ്സിന് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അവർ കുറച്ച് ഡിമാൻഡ്സ് പറഞ്ഞു. ആരാണ് ഡിമാൻഡ് പറഞ്ഞത്? ലെനിൻ, സോവിയറ്റ്സ്, പിന്നെ ബോൾഷെവിക്സ്, ഇവരൊക്കെ കൂടി ടീമായിട്ടാണ്. ആരോട് പറഞ്ഞു? അലക്സാണ്ടർ കെരൻസ്കിനോട്. അലക്സാണ്ടർ കെരൻസ്കി ആരാണ്? നമ്മുടെ പ്രൊവിഷണൽ ഗവൺമെന്റ് ഇപ്പോൾ ഭരിക്കുന്ന ആളാണ്, മെൻഷെവിക്കിന്റെ ലീഡർ കേട്ടോ, അലക്സാണ്ടർ കെരൻസ്കി. അപ്പോൾ ഇവർ പോയി പറഞ്ഞ കാര്യങ്ങളാണ്. വിഡ്രോ റഷ്യ ഫ്രം ദി ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറണം. രണ്ടാമത്തെ കാര്യം, സീസ് ദ ലാൻഡ്സ് ഓൺഡ് ബൈ ദി ലോർഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം എമംഗ് ദ ഫാമേഴ്സ്. അതായത് വലിയ വലിയ ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ, അതായത് പ്രഭുക്കന്മാരുടെ കയ്യിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം? ജന്മിമാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ കയ്യിൽ നിന്നൊക്കെ ലാൻഡുകൾ പിടിച്ചെടുത്തിട്ട് പാവപ്പെട്ട കർഷകർക്ക് കൊടുത്തു, അവരെ കൃഷി ചെയ്യട്ടെ എന്ന് പറഞ്ഞു. മേക്ക് ഫാക്ടറീസ് പബ്ലിക് പ്രോപ്പർട്ടി. നമ്മൾ പറഞ്ഞില്ല, ഫാക്ടറീസ് ഒക്കെ കൺട്രോൾ ചെയ്തിരുന്നത് ഫോറിൻ ആളുകളായിരുന്നു. അതൊക്കെ എന്താക്കണം? പബ്ലിക് പ്രോപ്പർട്ടി ആക്കണം എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അവസാനം in 1970, 1917, the Bolsheviks organized an armed rebellion against the provisional government. 1917 ബോൾഷെവിക്സ് എന്ത് ചെയ്തു? ഓർഗനൈസ് ചെയ്തു. ഓർഗനൈസ് ചെയ്തു? ആംഡ് റെബലിയൻ. ആംഡ് റെബലിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആം തൊട്ടാണ്, കൈകളല്ല. ആം എന്ന് പറഞ്ഞാൽ വെപ്പൺസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെപ്പൺസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? സായുധ സമരം എന്ന് വേണമെങ്കിൽ പറയാം. ആയുധങ്ങളൊക്കെ ഏന്തിക്കൊണ്ട് സമരത്തിന് ആഹ്വാനം ചെയ്തു. ആർക്കെതിരായിട്ടാണ്? നമ്മുടെ കെരൻസ്കിക്കെതിരായിട്ട്. അവസാനം കെരൻസ്കി എന്ത് ചെയ്തു? കെരൻസ്കി ഫ്ലഡ് ഫ്രം ദി കൺട്രി. അലക്സാണ്ടർ കെരൻസ്കി അവിടെ നിന്ന് ഓടിപ്പോയി. പഠിച്ചോനെ രക്ഷിച്ചോളി എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി. ഓക്കെ, and Russia came under the control of the Bolsheviks. പിന്നീട് ആരുടെ കൺട്രോളിലായി? റഷ്യ എന്ന് പറയുന്നത് ബോൾഷെവിക്സിന്റെ കൺട്രോളിലായി. അങ്ങനെയാണെങ്കിൽ ബോൾഷെവിക്സിന്റെ ലീഡർ ആയിട്ട് ഇനി ആരായിരിക്കും വന്നിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും നമ്മുടെ ആരാണ്? ലെനിനാണ്. Okay, this event through which the Bolsheviks attained power is known as the October Revolution.
ഓക്കെ, ഇതിനറിയപ്പെടുന്ന എന്താണ്? ഒക്ടോബർ റെവല്യൂഷൻ എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫെബ്രുവരി റെവല്യൂഷൻ എന്താണ്? നമ്മൾ നിക്കോളാസ് രണ്ടാമനെ പുറത്താക്കിയതാണ് ഫെബ്രുവരി റെവല്യൂഷൻ. ഇവിടെ ആരാണ്? അലക്സാണ്ടർ കെരൻസ്കിനെ പുറത്താക്കിയതാണ് ഈ ഒരു സംഭവം കേട്ടോ. Subsequently, a convention of the Soviets was held at the cabinet was formed with Lenin as its head. അവസാനം ലെനിന് ഭയങ്കര അധികാരത്തിലേക്ക് വന്നു. ഓക്കെ, ഒരു ക്യാബിനറ്റിൽ വെച്ചിട്ട് കേട്ടോ. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ഇത്, പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് ക്ലൈമാക്സ് ഊഹിക്കാൻ പറ്റും. ഓക്കെ, റഷ്യ വിഡ്രൂ. എന്നിട്ട് പിന്നെ എന്തൊക്കെ ചെയ്തവർ? അവർ നേരത്തെ ഡിമാൻഡ് ചെയ്യപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. എന്തൊക്കെയാണ്? റഷ്യ വിഡ്രൂ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജന്മികളുടെ കയ്യിൽ നിന്നൊക്കെ ഭൂമി പിടിച്ചെടുത്തിട്ട് പാവപ്പെട്ട കർഷകർക്ക് കൊടുത്തു. പബ്ലിക് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. പിന്നെ എന്ത് ചെയ്തു? പബ്ലിക് സെക്ടർ എന്ന് വെച്ചാൽ വാണിജ്യ വ്യവസായം കാര്യങ്ങളൊക്കെ പബ്ലിക് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇൻട്രൊഡ്യൂസ് സെൻട്രലൈസ്ഡ് പ്ലാനിങ്, കേന്ദ്രീകൃത പ്ലാനിങ് കൊണ്ടുവന്നു. പിന്നെ സയൻസ്, ടെക്നോളജി, എക്കോണമി, അതായത് ശാസ്ത്രം, സാങ്കേതികം, സാമ്പത്തികം, ഇതിലൊക്കെ ഡെവലപ്മെന്റ് കൊണ്ടുവന്നു. പുതിയ ഭരണഘടന 1924 പുതിയ ഭരണഘടന കൊണ്ടുവന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് വാസ് ഫോംഡ് ബൈ കൺസോളിഡേറ്റിംഗ് ഡിഫറെന്റ് സോവിയറ്റ് റിപ്പബ്ലിക്സ്. ഒരുപാട് സോവിയറ്റ് റിപ്പബ്ലിക്കുകളെ കൂട്ടിച്ചേർത്തിട്ട് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. സ്പ്രെഡ് ദ സോഷ്യലിസ്റ്റ് ഐഡിയാസ് ഓൾ ഓവർ ദ വേൾഡ്. സോഷ്യലിസ്റ്റ് ഐഡിയ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചത് നമ്മുടെ ആരാണ്? റഷ്യയാണ് കേട്ടോ, റഷ്യ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റഷ്യൻ റവല്യൂഷൻ ഉള്ളത്. ഓക്കെ, നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. ലെറ്റ്സ് റീക്യാപ്പ്. ഓക്കെ, ആദ്യം ഇവിടെ പറയുന്നത് കർഷകരുടെ, തൊഴിലാളികളുടെ കഷ്ടപ്പാടുകളെ കുറിച്ചിട്ടാണ്. അവർക്ക് ഒരു നല്ല രീതിയിലുള്ള സംഭവം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആ സമയത്ത് നമ്മുടെ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തോക്കിനോവ്, ആന്റണി ഷെക്കോഫ് ഇവരൊക്കെ എന്ത് ചെയ്തു? അവരവരുടെ വർക്കുകളിൽ, അവരുടെ എഴുത്തുകളിൽ ഈ പാവപ്പെട്ട ആളുകളെ കുറിച്ചിട്ടൊക്കെ മെൻഷൻ ചെയ്തിരുന്നു. ഓക്കെ, പിന്നീട് മാർക്സിസ്റ്റ് ഐഡിയോളജീസ് കൊണ്ടുവന്നത് കാൾ മാർക്സും ഫ്രെഡറിക് ഏഞ്ചൽസും ആണ്. അതിനോട് കണക്ട് ചെയ്തിട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഫോം ചെയ്തു. അത് പിന്നീട് സ്പ്ലിറ്റായി മെൻഷെവിക്സായി, ബോൾഷെവിക്സായി. മെൻഷെവിക്കിന്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് അലക്സാണ്ടർ കെരൻസ്കി മാത്രമാണ്. ബോൾഷെവിക്സിന്റെ ലീഡർ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ലെനിനും ട്രോട്സ്കിയാണ് കേട്ടോ. അങ്ങനെ 1905 ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലെത്തിയത്. കാരണം റഷ്യ ജപ്പാൻ വാർ, അതിൽ റഷ്യ തോറ്റുപോയി. അത് മാത്രമല്ല, ആ സമയത്ത് നമ്മുടെ പാവപ്പെട്ട ആളുകൾ, തൊഴിലാളികളൊക്കെ എന്ത് മാർച്ച് ചെയ്ത് പെട്രോഗ്രാഡിൽ ആ സമയത്ത് വെടിവെച്ചു. ആളുകൾ, ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ആളുകൾ മരിച്ചുപോയി. ഇതിനെ പറയുന്നതാണ് ബ്ലഡി സൺഡേ എന്നുള്ളത് കേട്ടോ. മസാക്രി ചെയ്യപ്പെട്ടതെന്ന് വെച്ചാൽ കൊല്ലപ്പെട്ടു നടത്തും. ഓക്കെ, അങ്ങനെ ഇവരെന്ത് ചെയ്തു? സോവിയറ്റുകൾ രൂപം കൊടുത്തു. സോവിയറ്റ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മുടെ സമരങ്ങൾ ചെയ്യാനായിട്ട്, സ്ട്രൈക്കുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട് സോവിയറ്റുകൾ ഉണ്ടാക്കി. അങ്ങനെ സോവിയറ്റുകളുടെ സമരത്തിന്റെ ശക്തിയിൽ ദ്യൂമ എന്ന് പറയുന്ന ഒരു നിയമനിർമ്മാണ സഭ ഉണ്ടാക്കി. നിയമനിർമ്മാണ സഭയിൽ ദ്യൂമ പറഞ്ഞു 1914 ഒന്നാം ലോക മഹായുദ്ധത്തിൽ നമ്മൾ പങ്കെടുക്കേണ്ട. പക്ഷേ നമ്മുടെ നിക്കോളാസ് രണ്ടാമൻ പോയി പങ്കെടുത്തു. ഒരുപാട് പട്ടാളക്കാർ മരിച്ചുപോയി. വീണ്ടും ഭയങ്കര കഷ്ടപ്പാടായി. സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്തു. പട്ടാൾക്കാർ വെടിവെക്കാൻ പോയി. അപ്പോഴാണ് ആലോചിച്ച് വേണ്ട. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? ഇവർ തിരിച്ചിട്ട് നമ്മുടെ രാജാവിനെ വെടിവെക്കാൻ പോയി. അങ്ങനെ ഇവരെല്ലാവരും കൂടി ടീമായിട്ട് നമ്മുടെ രാജാവിനെ എടുത്തിട്ട് പുറത്തേക്ക് കിട്ടും. അപ്പോൾ അതിനെ പറയുന്നതാണ് നമ്മുടെ ഒക്ടോബർ റവല്യൂഷൻ. എന്നിട്ട് ആ സമയത്ത് ആരാണ് ഭരണത്തിലേക്ക് വന്നത്? അലക്സാണ്ടർ കെരൻസ്കി. എന്തായിട്ട്? പ്രൊവിഷണൽ ഗവൺമെന്റ്, അതായത് താൽക്കാലിക ഗവൺമെന്റിലായിട്ട് നമ്മുടെ അലക്സാണ്ടർ കെരൻസ്കി വന്നു. ആ സമയത്ത് ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ആ സമയത്താണ് നമ്മുടെ ലെനിൻ വന്നത്. വ്ളാഡിമിർ ലെനിൻ എവിടെയായിരുന്നു? ആൾ സ്വിറ്റ്സർലൻഡിലായിരുന്നു. അവിടെ വന്നു. അദ്ദേഹവും സോവിയറ്റും അതുപോലെ തന്നെ ബോൾഷെവിക്സ് ഒക്കെ കൂടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറണം, ഭൂമിയൊക്കെ പിടിച്ചെടുത്ത് കർഷകർക്ക് കൊടുക്കണം, പിന്നെ പബ്ലിക് പ്രോപ്പർട്ടി ആക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? അലക്സാണ്ടർ കെരൻസ്കിക്കെതിരായിട്ട് ആയുധങ്ങളൊക്കെ എഴുതിക്കൊണ്ട് ഇവർ ഫൈറ്റ് ചെയ്തു. അവസാനം ബോൾഷെവിക്സ് ഭരണത്തിൽ വന്നു. ലീഡറായിട്ട് അലക്സാണ്ടർ കെരൻസ്കി. ഇതിനെ പറയുന്നതാണ് ഒക്ടോബർ റവല്യൂഷൻ. ഓക്കെ, പിന്നീട് എന്തൊക്കെ ചെയ്തു? ഒന്നാം ലോക മഹായുദ്ധത്തിൽ പിന്മാറി, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ റഷ്യൻ റവല്യൂഷനിൽ വരുന്നത്. And I hope that you have understood all these concepts. Thank you so much for watching this video. And if you like this video, please like, share and subscribe. Thank you.